പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: രഥങ്ങളോടും കുതിരച്ചേവകരോടും കപ്പലുകളോടും കൂടെ ചുഴലിക്കാറ്റ് പോലെ വരുന്നതാരെ? ഉത്തരം: വടക്കേ ദേശത്തിലെ രാജാവ്. ദാനിയേൽ 11:40. ക്വസ്റ്റ്യൻ: കണ്ണുകളുടെ നടുവിൽ വിശേഷമായ കൊമ്പുള്ളത് എന്തിന്? ഉത്തരം: കോലാട്ടുകൊറ്റന്. ദാനിയേൽ 8:5. ക്വസ്റ്റ്യൻ: എവിടെ നിന്നാണ് ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരുന്നത്? ഉത്തരം: നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ നിന്ന്. 12:2. ക്വസ്റ്റ്യൻ: സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭു ആര്? ഉത്തരം: മീഖായേൽ. ദാനിയേൽ 12:1. ക്വസ്റ്റ്യൻ: ദാനിയേൽ ഊഫാസ് തങ്കം കൊണ്ട് കച്ച കെട്ടിയ പുരുഷനെ കണ്ടതെന്ന് എവിടെ വെച്ചാണ് കണ്ടത്? ഉത്തരം: 1-ാം മാസം 24-ാം തീയതി ഹിദ്ദേക്കൽ എന്ന മഹാനദീതീരത്ത്. 10:4-5. ക്വസ്റ്റ്യൻ: നെബൂഖദ്നേസർ പൊന്നുകൊണ്ട് നിർമ്മിച്ച ബിംബത്തിൻ്റെ അളവ് എത്ര? ഉത്തരം: ഉയരം 60 മുഴം, വണ്ണം 6 മുഴം. 3:1. ക്വസ്റ്റ്യൻ: ഭോജനവും അവർ കുടിക്കുന്ന വീഞ്ഞും നീക്കി അവർക്ക് ശാഖപദാർത്ഥം കൊടുത്തതാര്? ഉത്തരം: മെൽസർ. 1:16. ക്വസ്റ്റ്യൻ: ആരുടെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരുശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു? ഉത്തരം: യഹൂദ രാജാവായ യഹോയാക്കീമിൻ്റെ. ദാനിയേൽ 1:1. ക്വസ്റ്റ്യൻ: ദൈവം ദാനിയേലിന് ഷണ്ഡാധിപൻ്റെ മുമ്പിൽ എന്തൊക്കെ ലഭിപ്പാൻ ഇടവരുത്തി? ഉത്തരം: ദയയും കരുണയും. 1:9. ക്വസ്റ്റ്യൻ: ബാബേലിലെ വിദ്വാൻമാരെ കൊന്നുകളവാൻ പുറപ്പെട്ട രാജാവിൻ്റെ അകമ്പടി നായകനാര്? ഉത്തരം: അരിയോക്ക്. 2:14. ക്വസ്റ്റ്യൻ: എന്ത് വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്? ഉത്തരം: രഹസ്യങ്ങളെ. ദാനിയേൽ 2:28. ക്വസ്റ്റ്യൻ: രാജാവ് ദർശനം കണ്ട ബിംബത്തിൻ്റെ തല എന്തുകൊണ്ടുള്ളത്? ഉത്തരം: തങ്കം കൊണ്ട്. 2:32. ക്വസ്റ്റ്യൻ: രാജാവ് ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും എവിടെ സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു? ഉത്തരം: ബാബേൽ സംസ്ഥാനത്ത്. 3:30. ക്വസ്റ്റ്യൻ: ബിംബത്തെ അടിച്ച കല്ല് എന്തായിത്തീർന്നു ഭൂമിയിലൊക്കെയും നിറഞ്ഞു? ഉത്തരം: ഒരു മഹാപർവ്വതമായി തീർന്നു. ദാനിയേൽ 2:35. ക്വസ്റ്റ്യൻ: ബൽഷസറിൻ്റെ അപ്പൻ ആര്? ഉത്തരം: നെബൂഖദ്നേസർ. ദാനിയേൽ 5:2. ക്വസ്റ്റ്യൻ: ശൂന്യമാക്കുന്നവൻ വരുന്നത് എങ്ങനെ? ഉത്തരം: മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ. 9:27. ക്വസ്റ്റ്യൻ: ദാനിയേലിനും യഹൂദാപുത്രന്മാർക്കും ഷണ്ഡാധിപൻ നൽകിയ പേരുകൾ എന്തെല്ലാം? ഉത്തരം: ബെൽത്ത്ശസ്സർ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. ദാനിയേൽ 1:7. ക്വസ്റ്റ്യൻ: ദാനിയേലിനും ഹനന്യാവിനും മീശായേലിനും അസര്യാവിനും വിചാരകനായി നിയമിച്ചത് ആരെ? ഉത്തരം: മെൽസറിനെ. 1:11. ക്വസ്റ്റ്യൻ: നെബൂഖദ്നേസർ രാജാവിൻ്റെ ഷണ്ഡന്മാരിൽ പ്രധാനി ആരായിരുന്നു? ഉത്തരം: അശ്പെനാസ്. ദാനിയേൽ 1:3. ക്വസ്റ്റ്യൻ: ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരുശലേമിനെ കീഴ്പ്പെടുത്തിയപ്പോൾ യഹൂദ രാജാവായിരുന്നത് ആരായിരുന്നു? ഉത്തരം: യഹോയാക്കീം. ദാനിയേൽ 1:1. ക്വസ്റ്റ്യൻ: കൽദയർ ഏത് ഭാഷയിലാണ് രാജാവിനോട് രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ എന്ന് പറഞ്ഞത്? ഉത്തരം: അരാമ്യ ഭാഷയിൽ.
ദാനിയേൽ 2:4. ക്വസ്റ്റ്യൻ: തീയിലുള്ള നാലാമത്തവൻ്റെ രൂപം ആരോട് ഒത്തിരുന്നു? ഉത്തരം: ഒരു ദൈവപുത്രനോട്. 3:25. ക്വസ്റ്റ്യൻ: രാജകൽപ്പന മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തൻ്റെ ദാസന്മാരെ ആരെ അയച്ചു വിടുവിക്കും? ഉത്തരം: സ്വദൂതൻ. ദാനിയേൽ 3:28. ക്വസ്റ്റ്യൻ: ഇരുമ്പ് പോലെ ബലമുള്ള രാജ്യത്വമേതാണ്? ഉത്തരം: നാലാമത്തേത്. ദാനിയേൽ 2:40. ക്വസ്റ്റ്യൻ: 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ ഏത് നദീതീരത്ത് നിൽക്കുന്നതായാണ് ദാനിയേൽ കണ്ടത്? ഉത്തരം: ഊലായി നദീതീരത്ത്. 8:2-3. ക്വസ്റ്റ്യൻ: അങ്ങനെയായാൽ നിങ്ങൾ രാജസന്നിധിയിൽ എൻ്റെ തലയ്ക്ക് അപകടം വരുത്തും എന്ന് ആരോട് പറഞ്ഞു? ഉത്തരം: ഷണ്ഡാധിപൻ ദാനിയേലിനോട്. 1:10. ക്വസ്റ്റ്യൻ: ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് ആരായിരുന്നു? ഉത്തരം: വിവേകി. ദാനിയേൽ 1:17. ക്വസ്റ്റ്യൻ: എബ്രായ ബാലന്മാർക്ക് ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും എന്ത് കൊടുത്തു? ഉത്തരം: നിപുണതയും സാമർത്ഥ്യവും. ദാനിയേൽ 1:17. ക്വസ്റ്റ്യൻ: കോരഷ് രാജാവിൻ്റെ 1-ാം ആണ്ട് വരെ ജീവിച്ചിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം: ദാനിയേലിനെ. ദാനിയേൽ 1:21. ക്വസ്റ്റ്യൻ: സ്വപ്നം കണ്ട് ഉറക്കം നഷ്ടപ്പെട്ടതാർക്ക്? ഉത്തരം: നെബൂഖദ്നേസർ രാജാവിന്. 2:1. ക്വസ്റ്റ്യൻ: രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം എവിടെയുണ്ട്? ഉത്തരം: സ്വർഗത്തിൽ. 2:28. ക്വസ്റ്റ്യൻ: ദൈവം സർവഭൂവാസികളെയും എങ്ങനെ എണ്ണുന്നു? ഉത്തരം: നാസ്തിയായി. 4:25. ക്വസ്റ്റ്യൻ: എന്ത് അറിയിക്കേണ്ടതിന് ബാബേലിലെ സകല വിദ്വാൻമാരെയും തൻ്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ രാജാവ് കൽപ്പിച്ചു? ഉത്തരം: സ്വപ്നത്തിൻ്റെ അർത്ഥം. 4:6. ക്വസ്റ്റ്യൻ: കിടക്കയിൽ വെച്ച് രാജാവിന് ഉണ്ടായ ദർശനത്തിൽ ഒരു ദൂതൻ എവിടെ നിന്ന് ഇറങ്ങി വരുന്നത് താൻ കണ്ടു? ഉത്തരം: സ്വർഗത്തിൽ നിന്ന്. ദാനിയേൽ 4:13. ക്വസ്റ്റ്യൻ: ആകാശത്തിലെ സൈന്യത്തോളം വലുതായി തീർന്നതെന്ത്? ഉത്തരം: ചെറിയ കൊമ്പ്. 8:10. ക്വസ്റ്റ്യൻ: ദാനിയേൽ ബുദ്ധിയോടും വിവേകത്തോടും കൂടെ ഉത്തരം പറഞ്ഞത് ആരോട്? ഉത്തരം: അരിയോക്ക്. 2:14. ക്വസ്റ്റ്യൻ: സിംഹങ്ങളുടെ ഗുഹയിലിട്ട ദാനിയേലിനെ രാജാവ് അതികാലത്ത് വന്ന് വിളിച്ചതെങ്ങനെ? ഉത്തരം: ദുഃഖശബ്ദത്തോടെ. 6:20. ക്വസ്റ്റ്യൻ: ആരുടെ രഥചക്രങ്ങളാണ് കത്തുന്ന തീയായിരുന്നത്? ഉത്തരം: വയോധികൻ്റെ. 7:9. ക്വസ്റ്റ്യൻ: ആരുടെ മരണശേഷമാണ് ദാര്യാവേഷ് രാജാവായത്? ഉത്തരം: ബെൽഷസറിൻ്റെ. 5:31. ക്വസ്റ്റ്യൻ: വയലിലെ ഇളം പുല്ലിൽ ഇരുമ്പും താമ്രവും കൊണ്ടുള്ള ബന്ധനത്തോടു കൂടെ ഭൂമിയിൽ വെച്ചേക്കുന്നത് എന്താണ്? ഉത്തരം: തായ് വേർ. 4:23. ക്വസ്റ്റ്യൻ: ദാനിയേൽ എത്ര നാൾ മാംസം ഭക്ഷിക്കാതെയും എണ്ണ തേക്കാതെയും ഇരുന്നു? ഉത്തരം: 21 ദിവസം. 10:2-3. ക്വസ്റ്റ്യൻ: ഇരുമ്പും കളിമണ്ണും തമ്മിലുള്ള കാലത്ത് രാജാക്കന്മാർ തമ്മിലും ചേരില്ല. ആ നാളിൽ ദൈവം സ്ഥാപിക്കുന്നതെന്താണ്? ഉത്തരം: ഒരു നാളും നശിച്ചു പോകാത്ത രാജ്യത്വം. 2:43-44. ക്വസ്റ്റ്യൻ: ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നിവർ രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുന്നില്ല എന്ന് രാജാവിനെ അറിയിച്ചതാര്? ഉത്തരം: ചില കൽദയർ. 3:8-12 ക്വസ്റ്റ്യൻ: ഏതെല്ലാം വസ്ത്രങ്ങളോട് കൂടെ ബന്ധിച്ചാണ് 3 പുരുഷന്മാരെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളഞ്ഞത്?
ഉത്തരം കാൽച്ചട്ട, കുപ്പായം, മേലാട. 3:21. ക്വസ്റ്റ്യൻ: സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചതാരെ? ഉത്തരം മന്ത്രിമാർ. ദാനിയേൽ 3:24. ക്വസ്റ്റ്യൻ: സമയം മാറുവോളം എൻ്റെ മുമ്പിൽ വ്യാജവും പറവാൻ നിങ്ങൾ യോജിച്ചിരിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? ഉത്തരം നെബൂഖദ്നേസർ കൽദയരോട്. 2:9. ക്വസ്റ്റ്യൻ: എങ്കൽ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നന്നെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു. ആര് ആർക്ക്? ഉത്തരം അത്യുന്നതനായ ദൈവം നെബൂഖദ്നേസറിന്. 4:1-2 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: തൻ്റെ അരമനയിൽ സ്വൈരമായും രാജധാനിയിൽ സുഖമായും വസിച്ചിരിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടതാരെ? ഉത്തരം നെബൂഖദ്നേസർ. 4:4. ക്വസ്റ്റ്യൻ: മന്ത്രവാദി എന്ന് എന്നെ വിളിച്ചു, എന്നാൽ ഞാൻ മന്ത്രവാദിയല്ല. ഞാൻ ആര്? വിളിച്ചതാര്? ഉത്തരം ദാനിയേൽ നെബൂഖദ്നേസർ. 4:9. ക്വസ്റ്റ്യൻ: വിചാരങ്ങളാൽ പരവശനായി കുറേ നേരത്തേക്ക് സ്തംഭിച്ചിരുന്നവൻ ആര്? ഉത്തരം ദാനിയേൽ. ദാനിയേൽ 4:19. ക്വസ്റ്റ്യൻ: അവൻ സർവ്വഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു. സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവൻ്റെ കൈ തടുപ്പാനോ നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല. വാക്യമേത്? ഉത്തരം ദാനിയേൽ 4:35. ക്വസ്റ്റ്യൻ: ബെൽഷസ്സർ രാജാവ് തൻ്റെ മഹത്തുക്കളിൽ എത്ര പേര് കാൺകെ വീഞ്ഞു കുടിച്ചു? ഉത്തരം 1000. 5:1. ക്വസ്റ്റ്യൻ: മേദ്യനായ ഡേഷ് 62 വയസ്സുള്ളവനായി രാജ്യത്വം പ്രാപിച്ചു. ആര്? ഉത്തരം ദാര്യാവേഷ്. 5:31. ക്വസ്റ്റ്യൻ: ഒരു മനുഷ്യൻ്റെ കൈവിരലുകൾ പുറപ്പെട്ട് എന്തിനു നേരെ രാജധാനിയുടെ ചുവരിൻ്റെ വെള്ളമേൽ എഴുതി? ഉത്തരം വിളക്കിനു നേരെ. 5:5. ക്വസ്റ്റ്യൻ: രാജാവിൻ്റെയും മഹത്തുക്കളുടെയും വാക്ക് ഹേതുവായി രാജ്ഞി എവിടെ വന്നു? ഉത്തരം ഭോജനശാലയിൽ. 5:10. ക്വസ്റ്റ്യൻ: മഹത്വം ഹേതുവായി സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും ഭയപ്പെട്ടു വിറച്ചത് ആരുടെ മുമ്പിൽ? ഉത്തരം നെബൂഖദ്നേസർ രാജാവിൻ്റെ. 5:19. ക്വസ്റ്റ്യൻ: അവൻ്റെ പ്രവർത്തികളൊക്കെയും ഡാഷ്, അവൻ്റെ വഴികൾ ഡാഷ് ആകുന്നു. ഉത്തരം സത്യവും ന്യായവും. 4:37. ക്വസ്റ്റ്യൻ: ബെൽഷസ്സറിൻ്റെ കൽപ്പനയാൽ ദാനിയേലിനെ കഴുത്തിൽ എന്ത് ധരിപ്പിച്ചു? ഉത്തരം പൊന്മാല. 5:29. ക്വസ്റ്റ്യൻ: രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ എത്ര പ്രധാന ദേശാധിപതികളെ നിയമിപ്പാൻ ദാര്യാവേഷിന് ഇഷ്ടം തോന്നി? ഉത്തരം 120. 6:1. ക്വസ്റ്റ്യൻ: ദാനിയേൽ ഉത്കൃഷ്ടമാനസനായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും എന്തായി വിളങ്ങി? ഉത്തരം വിശിഷ്ടനായി. 6:3. ക്വസ്റ്റ്യൻ: എത്ര ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്ന് ആലോചിച്ചിരിക്കുന്നു? ഉത്തരം 30 ദിവസത്തേക്ക്. 6:7. ക്വസ്റ്റ്യൻ: ദാനിയേലിനെ രക്ഷിപ്പാൻ മനസ്സുവെച്ച് അവനെ രക്ഷിപ്പാൻ സൂര്യൻ അസ്തമിക്കുവോളം പ്രയത്നം ചെയ്തത് ആര്? ഉത്തരം ദാര്യാവേഷ് രാജാവ്. 6:14. ക്വസ്റ്റ്യൻ: ആകാശത്തിലെ 4 കാറ്റും എന്തിൻ്റെ നേരെ അടിക്കുന്നത് ദാനിയേൽ കണ്ടു? ഉത്തരം മഹാസമുദ്രത്തിൻ്റെ. 7:2. ക്വസ്റ്റ്യൻ: തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ എവിടെ നിന്ന് കരേറി വന്നു? ഉത്തരം സമുദ്രത്തിൽ നിന്ന്. 7:3. ക്വസ്റ്റ്യൻ: രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ എങ്ങനെ വരുന്നത് കണ്ടു? ഉത്തരം ആകാശമേഘങ്ങളോടെ. 7:13. ക്വസ്റ്റ്യൻ: ആരുടെ വിശുദ്ധന്മാർ
രാജ്യത്വം പ്രാപിച്ചു എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. ഉത്തരം അത്യുന്നതനായവൻ്റെ. 7:18. ക്വസ്റ്റ്യൻ: ഡാഷ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു. എന്ത്? ഉത്തരം പെരേസ്. 5:28. ക്വസ്റ്റ്യൻ: പുള്ളിപ്പുലിക്ക് സദൃശമായ മൃഗത്തിൻ്റെ മുതുകത്ത് പക്ഷിയുടെ എത്ര ചിറകുണ്ടായിരുന്നു? ഉത്തരം 4. 7:6. ക്വസ്റ്റ്യൻ: വയോധികൻ്റെ തലമുടി എന്തുപോലെയായിരുന്നു? ഉത്തരം നിർമ്മലമായ ആട്ടുരോമം പോലെ. 7:9. ക്വസ്റ്റ്യൻ: ഡാഷ് എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. എന്ത്? ഉത്തരം തെക്കേൽ. 5:27. ക്വസ്റ്റ്യൻ: ഡാഷ് എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. എന്ത്? ഉത്തരം മെനെ. 5:26. ക്വസ്റ്റ്യൻ: ദാനിയേൽ ശൂഷൻ രാജധാനിയിൽ ആയിരുന്നപ്പോൾ എവിടെ നിൽക്കുന്നതായി ദർശനത്തിൽ കണ്ടു? ഉത്തരം ഊലായി നദീതീരത്ത് നിൽക്കുന്നതായി. 8:2. ക്വസ്റ്റ്യൻ: എന്ത് ഹേതുവായി നിരന്തര ഹോമയാഗത്തിനെതിരായി ഒരു സേവ നിയമിക്കപ്പെടും? ഉത്തരം അതിക്രമം. 8:12. ക്വസ്റ്റ്യൻ: ഡാഷ് ബഹുകാലത്തേക്കുള്ളതാകയാൽ അതിനെ അടച്ചു വയ്ക്ക. എന്ത്? ഉത്തരം ദർശനം. 8:26. ക്വസ്റ്റ്യൻ: എത്ര സന്ധ്യയും ഉഷസ്സും തികഞ്ഞിട്ട് വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും? ഉത്തരം 2300. 8:14. ക്വസ്റ്റ്യൻ: ദാര്യാവേഷ് രാജാവിൻ്റെ പിതാവ് ആര്? ഉത്തരം അഹശ്വരോഷ്. ദാനിയേൽ 9:1. ക്വസ്റ്റ്യൻ: നദിയിലെ വെള്ളത്തിന്മീതെ നിൽക്കുന്ന പുരുഷൻ ധരിച്ചിരുന്നത് എന്ത്? ഉത്തരം ക്ഷണവസ്ത്രം. 12:7. ക്വസ്റ്റ്യൻ: നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരേണ്ടതിന് ഞാനിപ്പോൾ വന്നിരിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? ഉത്തരം ഗബ്രിയേൽ ദാനിയേലിനോട്. 9:21-22. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ യഹോവയോട് പാപം ചെയ്തിരിക്കയാൽ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന എന്തെല്ലാം അവരുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു? ഉത്തരം ശാപവും ആണയും. 9:11. ക്വസ്റ്റ്യൻ: യഹോവ താൻ ചെയ്യുന്ന സകല പ്രവൃത്തികളിലും ആര് ആകുന്നു? ഉത്തരം നീതിമാൻ. 9:14. ക്വസ്റ്റ്യൻ: എത്ര ദിവസമാണ് പാഴ്സി രാജ്യത്തിൻ്റെ പ്രഭു ദാനിയേലിൻ്റെ പ്രാർത്ഥനയെ തടഞ്ഞത്? ഉത്തരം 21 ദിവസം. 10:13. ക്വസ്റ്റ്യൻ: അന്തം വരുന്നത് എപ്പോൾ? ഉത്തരം നിശ്ചയിക്കപ്പെട്ട കാലത്ത്. 11:35. ക്വസ്റ്റ്യൻ: അത് ഇനിയും ബഹുകാലത്തേക്കുള്ളതാകുന്നു. ഏത്? ഉത്തരം ദർശനം. 10:14. ക്വസ്റ്റ്യൻ: യെരുശലേമിൻ്റെ ശൂന്യാവസ്ഥ എത്ര സംവത്സരം കൊണ്ട് തീരും എന്നാണ് യഹോവ അരുളി ചെയ്തത്? ഉത്തരം 70 സംവത്സരം. 9:2. ക്വസ്റ്റ്യൻ: തന്നെ സ്നേഹിക്കുന്നവർക്കും തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കും നിയമവും ദയയും പരിപാലിക്കുന്നവനാര്? ഉത്തരം ദൈവമായ കർത്താവ്. 9:4. ക്വസ്റ്റ്യൻ: ഏറ്റവും പ്രിയ പുരുഷ, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്ക. വാക്യം ഏത്? ഉത്തരം ദാനിയേൽ 10:19. ക്വസ്റ്റ്യൻ: എത്ര ആഴ്ചവട്ടം കഴിഞ്ഞിട്ടാണ് അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നത്? ഉത്തരം 62. ദാനിയേൽ 9:26. ക്വസ്റ്റ്യൻ: മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ വരുന്നത് ആര്? ഉത്തരം ശൂന്യമാക്കുന്നവൻ. 9:27. ക്വസ്റ്റ്യൻ: എവിടെ സംഭവിച്ചതുപോലെ ആകാശത്തിൻ കീഴിൽ
എങ്ങും സംഭവിച്ചിട്ടില്ല. ഉത്തരം യെരുശലേം 9:12. ക്വസ്റ്റ്യൻ: ജനത്തിൽ എങ്ങനെയുള്ളവർ പലർക്കും ബോധം വരുത്തും? ഉത്തരം ബുദ്ധിമാന്മാരായവർ 11:33. ക്വസ്റ്റ്യൻ: നെബൂഖദ്നേസറിൻ്റെ ബുദ്ധി മടങ്ങി വന്നതെപ്പോൾ? ഉത്തരം സ്വർഗത്തിലേക്ക് കണ്ണുയർത്തിയപ്പോൾ 4:34. ക്വസ്റ്റ്യൻ: പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ എന്തിനെപ്പോലെ പ്രകാശിക്കും? ഉത്തരം നക്ഷത്രങ്ങളെപ്പോലെ 12:3. ക്വസ്റ്റ്യൻ: ബുദ്ധിമാന്മാർ എന്തിൻ്റെ പ്രഭ പോലെ പ്രകാശിക്കും? ഉത്തരം ആകാശമണ്ഡലം 12:3. ക്വസ്റ്റ്യൻ: എപ്പോൾ വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക എന്നാണ് ദാനിയേലിനോട് പറഞ്ഞത്? ഉത്തരം അന്ത്യകാലം വരെ 12:4. ക്വസ്റ്റ്യൻ: ക്ഷണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മീതെ നിൽക്കുന്ന പുരുഷൻ സ്വർഗത്തേക്ക് ഉയർത്തിയത് എന്ത്? ഉത്തരം വലങ്കയ്യും ഇടങ്കയ്യും 12:7. ക്വസ്റ്റ്യൻ: നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ എന്ത് ലഭിപ്പാൻ എഴുന്നേറ്റ് വരും? ഉത്തരം ഓഹരി. ദാനിയേൽ 12:13. ക്വസ്റ്റ്യൻ: ദാനിയേൽ പ്രവചനം ബൈബിളിലെ എത്രാമത്തെ പുസ്തകം? എത്ര അധ്യായങ്ങളുണ്ട്? എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 27-ാമത്തെ പുസ്തകം, 12 അധ്യായങ്ങൾ, 357 വാക്യങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.